തിരുവനന്തപുരം മാമിഴഞ്ചാൻ തോട്ടിൽ ഒരാൾ വീണു എന്നൊരു വാർത്ത വരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി ഇയാളെ കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. ഇതിനോടകം അജീഷ് ജയകുമാർ അതിന്റെ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകും. ഇപ്പോൾ കാണുന്നതാണ് ഈ തത്സമയ ദൃശ്യങ്ങൾ. അവിടെ നിന്നും അജീഷ് ജയകുമാർ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. അജീഷ്, ആമിഴഞ്ചാൻ തോടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ജോയിയുടെയൊക്കെ ആ സംഭവം വരും. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇയാൾ എങ്ങനെയാണ് ഈ തോട്ടിൽ വീണത്? വിവരങ്ങൾ പറയുന്നു. പ്രജൻ, എന്തായാലും അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ പവർ ഹൗസ് റോഡിലുള്ള ഈ ആമിഴഞ്ചാൻ തോട് കടന്നു പോകുന്ന പവർ ഹൗസിന് ഭാഗത്ത് ഒരാൾ വീണു എന്നുള്ള വിവരം ഫയർഫോഴ്സിന് ലഭിക്കുന്നത്. ഫയർഫോഴ്സ് വളരെ വേഗം തന്നെ ഈ സ്ഥലത്തെത്തി ഈ ആളെ കരയ്ക്ക് കയറ്റിയിരുന്നു. ആള് മദ്യപിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളെ ഇപ്പോൾ കരയ്ക്ക് കയറ്റി, പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. നമ്മളോട് ഉദ്യോഗസ്ഥരുണ്ട്. സാറേ, ഈ എന്താ സംഭവിച്ചത്? ഇയാൾ മദ്യപിച്ചിരുന്നു, ആത്മഹത്യാ ശ്രമം? ഒറ്റനോട്ടത്തിൽ അദ്ദേഹം മദ്യപിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇത് നാലാമത്തെ ആളാണ് നമ്മുടെ ഈ ഒരു 2-3 മാസത്തിനിടയ്ക്ക് ഇതേപോലെ ആമിഴഞ്ചാൻ തോട്ടിലേക്ക് വീഴുന്നത്. കാരണം മദ്യപിച്ചിട്ട് കരയിലിരുന്നിട്ട് താഴേക്ക് പോകുന്നൊരു സ്ഥിതിയാണ്. ഇതെന്തായാലും നമ്മൾ നേരിട്ട് കോർപ്പറേഷൻ അധികൃതരെ രേഖാമൂലം അറിയിക്കുന്നുണ്ട്. കാരണം ആ തിയേറ്ററിൻ്റെ സൈഡിലായാലും ശരി, ഈ റെയിൽവേയുടെ മേളിലായാലും ശരി, മുന്നിലുള്ള ഈ തോടിൻ്റെ ഭാഗത്ത് മദ്യപിച്ചിട്ട് വന്നിരുന്നിട്ട് താഴേക്ക് പോകുന്ന സ്ഥിതിയാണ്. ഇത് നിരന്തരം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ രേഖാമൂലം കോർപ്പറേഷൻ അധികൃതരെ അറിയിക്കും. സ്ലാബിട്ട് മൂടുകയോ കമ്പി വേലി കെട്ടുകയോ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഇത് അത്യന്തം ഭീഷണി ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. അപ്പം പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ ഈ ഭാഗത്താണ്, ഇവിടെ ആയിരുന്നു ഈ അപകടം ഉണ്ടായത്. അപകടമാണോ ഈ മതിച്ച് ഇവിടെ എത്തിയപ്പോൾ? ഇവിടെ ഈ ഓപ്പണായി കിടക്കുന്നൊരു സ്ഥലമാണ്, ഈ പൈപ്പ് ലൈൻ കടന്നു പോകുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ നിന്നാണ് താഴേക്ക് ഇയാൾ വീണത്. മദ്യപിച്ചത് കൊണ്ട് തന്നെ വീണ് അയാൾക്ക് കരയ്ക്ക് കയറാൻ സാധിച്ചില്ല. പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് അവർ കയർ കെട്ടി ഇറങ്ങിയാണ് കരയ്ക്ക് കയറ്റിയത്. നേരത്തെ ഈ ജോയിയുടെ ഈ സംഭവം നടന്നപ്പോൾ തന്നെ ചില ചേട്ടാ, ഇത് ഇവിടെ ഇത് ഓപ്പണായിട്ട് കിടക്കുന്ന വലിയ അപകടമല്ലേ? അപകടം തന്നെയാണ്, വലിയ അപകടം തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ കെട്ടിവെച്ചതാണ്. ഈ പൈപ്പിന് ഈ ഫ്ലെക്സ് ബോർഡും മറ്റേ സാമാന്യങ്ങളും നിങ്ങൾ കെട്ടിവെച്ചാണ്? ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ആൾ പോയി വീഴാതിരിക്കാൻ വേണ്ടി പലരും ഇവിടെ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. ചിലർ ഫിറ്റായിട്ട് വന്ന് ഇവിടെ ഇരിക്കും. ഇത് വളരെ അപകടം പിടിച്ചതാണ്. അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ. നേരത്തെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ജോയി ഈ കനാലിൽ വീണ് മരണപ്പെട്ടതിന് പിന്നാലെ ഇവിടെ ഈ ഭാഗത്ത് ഈ ഓട കടന്നു പോകുന്ന ഭാഗത്തൊക്കെ ഇതിനെ നെറ്റ് അടിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പണികളൊന്നും ചില ഭാഗങ്ങളിലൊക്കെ പൂർത്തിയായെങ്കിലും ഈ പവർ ഹൗസ് റോഡിൻ്റെ ഭാഗത്ത് അതൊന്നും എത്തിയില്ല. എന്തായാലും ആ ഒരു സംഭവത്തിന് പിന്നാലെ, അതായത് ജോയിയുടെ ഈ മരണം വളരെ ഞെട്ടലുണ്ടാക്കിയതാണ്. അതിനുശേഷം 4 പേർ ഇവിടെ ഈ ഓടയിലേക്ക് വീണിട്ടുണ്ടെന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിൽ പലരും മദ്യപിച്ച് ശേഷം ഇവിടെ ഈ ഭാഗത്ത് വന്നിരിക്കും. അങ്ങനെ മറിഞ്ഞു വീണ് എന്നതാണ്, മറിഞ്ഞു വീണിട്ടുണ്ടാകാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കോർപ്പറേഷന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പരാതി നൽകുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. പ്രജിൻ. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ആമിഴഞ്ചാൻ തോട്ടിൽ ഒരാൾ വീണെങ്കിലും ഫയർഫോഴ്സ് എത്തി ഇയാളെ കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. മദ്യപിച്ച് ലക്കിയേറ്റ അവസ്ഥയിലാണ് ഇയാൾ ഉണ്ടായതെന്നാണ് ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയത്.